ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൊല്ലം കുണ്ടറയിൽ നിന്ന് വരുന്നുണ്ട്. അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ മകനെ ജമ്മു കശ്മീരിൽ വെച്ച് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. കുണ്ടറ പടപ്പക്കര സ്വദേശി അഖിൽ കുമാറാണ് പിടിയിലായിരിക്കുന്നത്. പടപ്പക്കര സ്വദേശിനി പുഷ്പലതയെയും മുത്തച്ഛൻ ആന്റണിയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഈ ഒരു സംഭവം എന്നാണ് ഈ കൊലപാതകം നടന്നത്? എങ്ങനെയാണ് ജമ്മു കശ്മീരിലേക്ക് കടന്നത്? എങ്ങനെയാണ് അവിടെ നിന്ന് പിടികൂടിയത്? ഓഗസ്റ്റ് 17-ാം തീയതി ആണ് ആര്യ അമ്മയെയും മുത്തച്ഛനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു. ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയുള്ള പണം ചോദിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അമ്മ പുഷ്പലതയും ആന്റണി എന്ന് പറയുന്ന മുത്തച്ഛനെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അമ്മ തൽക്ഷണം വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു. പടപ്പക്കരയിലെ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു. മുത്തച്ഛൻ 2 ആഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കടന്ന ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. പിന്നീട് ഈ അമ്മയുടെ മൊബൈലും മോഷ്ടിച്ചുകൊണ്ടാണ് ഇയാൾ പോയത്. അയാൾ കൊട്ടിയത്തെ ഒരു കടയിൽ ഈ മൊബൈൽ വിറ്റു. അതിനുശേഷം പിന്നീട് മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. ഇയാൾ പല സമയങ്ങളിലും 2-3 തവണ ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും അറിയാമായിരുന്നു. ഇയാൾ ആദ്യം പോയത് ഡൽഹിയിലേക്കാണ്. അവിടെ നിന്ന് 2000 രൂപ അമ്മയുടെ ATM ഉപയോഗിച്ച് പിൻവലിച്ചിരുന്നു. അങ്ങനെ അയാൾ ഡൽഹിയിലെത്തിയെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ പോലീസ് അവിടെ അന്വേഷണം നടത്തിയപ്പോഴേക്കും അയാളെ പിടികൂടാനായില്ല. പിന്നീട് കുണ്ട്ര CI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇയാൾ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിന് സമീപത്തുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുണ്ട്ര CI അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഒരു CPO, ഹരിപ്പാട് സ്റ്റേഷനിലെ മറ്റൊരു CPO ഇവർ 3 പേരും സ്ഥലത്തേക്ക് എത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ആ കാര്യങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത്. കാര്യം അമ്മയെ ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പണം നൽകാത്തതിന്റെ പേരിൽ അമ്മയെ ക്രൂരമായി തലയ്ക്കും കഴുത്തിനും ഒക്കെ തന്നെ വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ തടസ്സം നിന്ന മുത്തച്ഛൻ ആന്റണിയെയും കൊലപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ശരി.